നമസ്കാരം ഗൈസ്, SRG യാത്രയുടെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രാവലൊന്നല്ല, നമ്മൾ insta360 X3 അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ insta360 X3ൻ്റെ ബോക്സാണ്. അതായത് ഞാൻ അൺലിമിറ്റഡ് കിറ്റാണ് വാങ്ങിയത്. പല പല കിറ്റുകളുണ്ട്. ക്രിയേറ്റർ കിറ്റ്, മൗണ്ടൈൻ ബൈക്ക് കിറ്റ്, അങ്ങനെ കുറേ കിറ്റുകളുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വാങ്ങിയത് അൺലിമിറ്റഡ് കിറ്റാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് വന്നാലോ ഗൈസ്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ പെട്ടി അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്? ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. അൺലിമിറ്റഡ് കിറ്റായും കൊണ്ട് തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്ത് സംഭവം. ബുള്ളറ്റ് കോഡ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. SD കാർഡ് ഉണ്ട്, ലെൻസ് ക്യാപ്പ് ഉണ്ട്, അവിടെ നമ്മളെ insta360ൻ്റെ നമ്മളെ ക്യാമറ X3 ആണ് ഞാൻ ഓർഡർ ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ insta360 X3 ക്യാമറ ഇവിടെ ഉണ്ട്. എക്സ്ട്രാ ബാറ്ററി, അതായത് ഇതൊരു എക്സ്ട്രാ ബാറ്ററിയാണ്. അതേപോലെ ഇത് ബാറ്ററി ചാർജ്, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സംഭവമാണ്. ഇത് എനിക്ക് ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ തുറന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അത് തന്നെ നമ്മുടെ insta360 X3, അതായത് നമ്മുടെ മെയിൻ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം. എല്ലാ അൺബോക്സിങ് വീഡിയോയിൽ കത്തിയും ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്തു അല്ലേ. ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകും ഗൈസ്. കത്തി കൊണ്ട് ഇങ്ങനെ വരയുന്നു. ഒക്കെ ഉണ്ട് സംഭവങ്ങൾ. നമ്മുടെ insta360 ഇത് നമ്മൾ വെട്ടി തുറന്നു ഗൈസ്. നമ്മുടെ കുട്ടപ്പൻ അത് അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ നമ്മുടെ insta360 ക്യാമറ വരുന്നത്. ക്യാമറ ലെൻസ് ഉണ്ട്, ഒരു സ്ക്രീൻ ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്, അതേപോലെ ഇവിടെ ബാറ്ററി ഇടുന്ന എവിടെയാണല്ലോ, എവിടെയാണ് ഇത് മെമ്മറി കാർഡ്, ഇത് നമ്മുടെ ചാർജ് USB Type C. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. അവിടെ 2 സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി വരും. ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ കിറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ലെൻസിൻ്റെ പ്ലാസ്റ്റിക് ഇതാണ് നമ്മുടെ 360 ലെൻസ് കൊടുക്കുന്നുണ്ട്. 2 ലെൻസാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എടുത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ വേറെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ insta360ൻ്റെ ഒരു സ്റ്റിക്കർ, അതേപോലെ ഇതെന്താണ്, ഒരു വൈപ്പിംഗ് ക്ലോത്ത് ആണ് എനിക്ക് ഇത്. അതേപോലെ കുറേ പേപ്പർ ബോക്സും കാര്യങ്ങളും മോഡി ഒരു ചാർജിങ് കേബിൾ, USB Type C ചാർജിന്. നമുക്ക് ഇത് ഒരു പൗച്ചാണ്. അടിപൊളി, നല്ല അടിപൊളി പൗച്ചാണ്, നല്ല ക്വാളിറ്റി ആണല്ലോ അല്ലേ. അടിപൊളി സംഭവമാണ്. നമുക്കിത് നമ്മുടെ ലെൻസ് സൂക്ഷിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അല്ലേ, പൊളിയല്ലേ. പിന്നെ വരുന്നത് ലെൻസ് ക്യാപ്പാണ്. ഇത് ക്യാപ്പാണ്, അത് സിലിക്കൺ ക്യാപ്പാണ്. ഇത് ഇവിടെ നമുക്ക് ഇടാം. insta360 നിങ്ങൾ യൂസ് ചെയ്യണം, ഈ ക്യാപ്പ് എന്തായാലും യൂസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ക്യാപ്പ് ഇല്ലെങ്കിൽ ക്യാപ്പ് സെപ്പറേറ്റ് ഓർഡർ ചെയ്യാം. insta360 തന്നെ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടീൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ബാറ്ററി ഇടാം. ഒരു പെട്ടിയൊക്കെ ഉണ്ട്. നമ്മളെ പവരായിൻ്റെ പെട്ടി പോലത്തെ ഒരു പെട്ടിയിൽ നമ്മളെ ഒരു ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. പിന്നെ വരുന്നത് ഇത് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. നമുക്ക് ഈ ബാറ്ററി ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അല്ല, 2-3 ബാറ്ററി നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തായാലും നമുക്ക് 2-3 ബാറ്ററിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ Type C കേബിളും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വരുന്ന ഒരു ബുള്ളറ്റ് ടൈം കോഡ്. ഇത് സംഭവം അടിപൊളി സാധനം. എന്താ സംഭവം, ഇതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബുള്ളറ്റ് ടൈം കോഡ്. സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു സ്ട്രിങ് പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് ആണ്, ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അങ്ങനെയാണ് നമ്മുടെ മെയിൻ സംഭവം. നല്ല ക്വാളിറ്റിയാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ insta360 X3 ക്യാമറ സെറ്റപ്പ് നമ്മൾ നേരെ അൺബോക്സ് ചെയ്തല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധനം വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കും നമുക്ക് പോക്കറ്റിൽ നമുക്കിങ്ങനെ പോക്കറ്റിൽ ഇടാനുള്ള സംഭവം കണ്ടില്ല, ഹാൻഡിയാണ്. അപ്പോൾ നമ്മുടെ insta360 ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പല പല ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കുറേ വീഡിയോ ഷോട്ടുകളും ഐഡിയാസുകളും, ഇപ്പോൾ നിങ്ങളിതിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക്
പല രീതിയിലുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത്, അതേപോലെ ഇത് വെച്ചിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ സംഭവമൊന്നുമില്ല, സിമ്പിളാണ് പരിപാടി. ഇതാ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വലിക്കുക. ഈ ഒരു Insta360 ഒരു ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്, അതേപോലെ 2 ക്യാമറ ആയിട്ടാണ് വരുന്നത്. അതായത് 180 ആംഗിളുള്ള 2 ഫിഷ് ഐ ലെൻസുള്ള 2 ക്യാമറയാണ്. അത് ഇപ്പുറത്തും ഷൂട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് ഉള്ള പരിപാടി. അപ്പോൾ ഇവിടെ ചെറിയ സ്ക്രീൻ ഉണ്ട്. ഇത് ഓൺ ചെയ്യാനുള്ളതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് ഓണാവും. കണ്ടില്ലേ, ഒരൊച്ചയൊക്കെ വന്നിട്ട് നമ്മളെ വീഡിയോ ഓൺ ചെയ്ത്. അതേപോലെ ഇവിടെ പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ Insta360 നിങ്ങളിപ്പോൾ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ മിസ്ഡ് ആയിരിക്കും. നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ഇവിടെ സെറ്റിങ്സ് പോവുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ബിറ്റ് റേറ്റ് ഹൈ ആണ് നോക്കണം. നമുക്ക് ഹൈ ക്വാളിറ്റി റെക്കോർഡിങ്ങിന് ബിറ്റ് റേറ്റ് നോക്കണം. അതേപോലെ വീഡിയോ ഷാർപ്നെസ് കഴിയുന്നത് ലോ ആക്കി വെക്കുക, അത് ആർട്ടിഫിക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് കാണും. ഓട്ടോയും മാനുവലും നമുക്ക് ISO കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ലോഗിൽ വിവിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് സാച്ചുറേറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇത് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഇവിടെ ഐസൊലേഷൻ എക്സ്പോഷർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് 2 ലെൻസ് വഴിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2 ലെൻസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഫുള്ള് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ലൈറ്റിന് ഭയങ്കര വേരിയേഷൻ ചില സമയത്ത് വരും, അതായത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസൊലേഷൻ എക്സ്പോഷർ ഒരു ഫീച്ചർ ഇവർ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ ചെയ്യണം. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. Insta360 XD വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ഐഫോണിലോ പോയിട്ട് നമ്മൾ Insta360 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഈസിയാണ്, പരിപാടി ഒന്നുമില്ല. ഇത് രണ്ടും ഓപ്പൺ ചെയ്തിടാം. അത് Insta360 XD ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് ഇവിടെ ഈ ഒരു ഐക്കോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്തും വൈഫൈ ഓൺ ചെയ്യുക. ഈ ഐക്കൺ നിൽക്കുക. ഇവിടെ ഈ പരിപാടി ഉണ്ട്, നമ്മൾ കണക്റ്റിങ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കണക്റ്റിങ് ആയിരിക്കും. ജോയിൻ കൊടുക്കുക. കണ്ടല്ലേ, പരിപാടി എളുപ്പം, ഈസി പീസി. ഞാൻ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഷൂട്ട് ചെയ്തൊക്കെ നമുക്ക് ഈ ആൽബംസിൽ പോയാൽ, അതായത് ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ, ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഈ ഒരു Insta360 X3 വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലിങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്താ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചുതരാം, ഒരു വിഷ്വൽ കാണിച്ചുതരാം. ഈ വിഷ്വലിൽ നിങ്ങൾ കണ്ടോ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്, പക്ഷേ ഇത് കാണുന്നില്ലല്ലോ. അതാണ് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അതെന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇത് എത്ര എക്സ്റ്റെൻഡ് ചെയ്താൽ കഴിഞ്ഞാൽ ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ ഒരൊറ്റ ഡോട്ടല്ലേ കാണുന്നുള്ളൂ. ഈ ഡോട്ട് ഈ ഒരു AI അങ്ങോട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഓരോ ഷോട്ടുകൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. കുറേ നല്ല അടിപൊളി രസകരമായ കുറേ ഷോട്ടുകൾ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലാൻഡിലെ പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കിനോൾ ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന, നമ്മുടെ ഈ അൺബോക്സിങ് കാര്യങ്ങളും പരിപാടിയൊക്കെ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്താണ്. എൻ്റെ കൂടെ നമ്മുടെ ആനന്ദേട്ടനും അതേപോലെ ഇത് അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഈ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഇന്ന് ഇതൊന്നല്ല, ഇത് നമ്മൾ Insta360 X3 ഫുൾ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്ക് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽസ് കിട്ടും. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് Insta X3 ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. അതായത് ഒരു തേർഡ് പേഴ്സൺ എൻ്റെ വീഡിയോ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നില്ല. ആ വൈഡ് ആംഗിളും കാര്യങ്ങളൊക്കെ അത്ര അടിപൊളിയല്ലേ. അത് മാത്രമല്ല, ഇത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വടി പിടിക്കുന്ന പോലെ പിടിച്ചാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിക്കാം, സൈഡിലേക്ക് തിരിക്കാം, ഏത് സൈഡിലേക്ക് തിരിക്കാം. വെറുതെ ഇങ്ങനെ വടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. ഈ സൈഡിൽ തിരിക്കുന്നതും ആംഗിളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് തിരിക്കാൻ പറ്റും. Insta360 തന്നെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ വടിയും പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. അടുത്തത് സെയിം ഈ സെൽഫി സ്റ്റിക്ക് നമ്മളെ ബാക്കിൽ ഇങ്ങനെ ഗത പിടിക്കുന്ന പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിഷ്വൽസ് കിട്ടും.
കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് X3 ഷൂട്ട് ചെയ്തതാണ്. ബാക്കിൽ നിന്ന് ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് നേരത്തെ കണ്ടതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഒരാളെൻ്റെ വീഡിയോ എടുക്കുന്ന പോലെ ഇപ്പം നമുക്ക് ബാക്കിൽ നിന്ന് ഒരാളെൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന പോലെ തോന്നും. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു സീനറി. ഈ സീനറിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഈ മരത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ നമ്മൾ വീഡിയോ എടുത്ത് വരുന്ന പോലെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ആളെ സഹായം വേണ്ട. നമുക്ക് സ്വന്തം നമ്മൾ സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഇതും പിടിച്ച് ഇങ്ങനെ പോയാൽ മതി. നല്ല അടിപൊളിയല്ലേ? അതേപോലെ തന്നെ ഇത് നമുക്ക് മേലെ അങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം. ഈ കണ്ടില്ല, നേരെ സീനറി കാണാം. ഞാനിപ്പോൾ ഒരു ക്ലിഫ് അല്ലെങ്കിൽ ഒരു കൊക്കയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഒരു ഡ്രോൺ ഫുട്ടേജ് എടുക്കുന്ന പോലെ തോന്നുന്നു എൻ്റെ. അതേപോലെ നമുക്ക് സീനറിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ക്യാച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇതേപോലെ നമുക്ക് കൊക്കയൊക്കെ നമുക്ക് എന്താ പറയുക, അറ്റത്ത് നിന്നിട്ട് അവിടെ സൈഡൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അതായത് ഒരു ഡ്രോണൊക്കെ പിടിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതേപോലെ തിരിഞ്ഞ് നടക്കുന്ന സമയത്തായാലും നമുക്ക് നല്ല കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ ഈ ഒരു കൊക്കയൊക്കെ കിട്ടുന്ന ഈ ഒരു ആംഗിളിൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. അതേപോലെ ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ടൈനി പ്ലാനറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ടൈനി പ്ലാനറ്റ് ആക്കാൻ പറ്റും. ടൈനി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭൂമി ഒരു ഭൂഗതാകണില്ലേ, ഇതേപോലെ ഇങ്ങനെ ഭൂഗോളം പോലെ അതിലിങ്ങനെ നടന്നു വന്നാൽ അതാണ് ടൈനി പ്ലാനറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒരു വഴി കൂടെ നടന്നു പോയാൽ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു Insta360 ആപ്പിലാണ്. നമുക്ക് പോർട്രേറ്റ് ആക്കാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ആണെങ്കിൽ ആ ഒരു റേഷ്യോയിൽ കിട്ടും. നമുക്ക് എന്ത് വേണം ചെയ്യാം ഈ ഒരു സാധനം വെച്ച്, ഈ ഒരു ആപ്പ് വെച്ചിട്ട്. അതേപോലെ നമ്മുടെ ഈ Insta360 സ്റ്റെബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഒന്നുമില്ല, ഞാൻ ഇത് പിടിച്ചിട്ട് പൂര ഓട്ടമാണ്. ഞാൻ ഓടി കാണിച്ചു തരാം. ഇത് ഒറ്റ ഓട്ടം. ആ പോയ ബൈക്കിന് തിരിച്ചു വരുമോ? അപ്പോൾ ഈ കാടുകളിലും മേടുകളിലും ഞാൻ ഓടിയിട്ട് ഇനി അടുത്തത് ഞാനിത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ഞാൻ 360 ക്യാമറേൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിത് നമ്മുടെ Insta360 X3 വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വൈഡാണ് നോക്കുക, ആ സൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതേപോലെ ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഓടുന്നത്, പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ പെട്ടെന്ന് സൈഡിലേക്ക് തിരിക്കാം, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിക്കാം, എങ്ങോട്ട് വേണം തിരിക്കാം. അതേപോലെ ഇത് പെട്ടെന്ന് നമ്മുടെ ടൈനി പ്ലാനറ്റ് ആക്കാം. അങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്പിലാണ്, നമുക്ക് എന്ത് വേണം ചെയ്യാം. സംഭവം അടിപൊളിയല്ലേ? കാരണം അത് 360 ക്യാമറ ആയതുകൊണ്ട് ചുറ്റും മൊത്തം പിടിച്ചെടുക്കും. കാര്യം ഇത് നോക്കി, ഞാൻ എത്ര സ്പീഡിലാണ് ഓടുന്നത്, എത്ര ചാടുന്നു, ഓടുന്നു, പക്ഷെ എന്താ സ്റ്റെബിലിറ്റി നോക്ക്, എന്ത് ക്രിസ്പ് ആൻഡ് ക്ലിയർ അല്ലേ. അതേപോലെ ഇതേ സെയിം വീഡിയോ തന്നെ ഞാൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. അത് പൊളി സംഭവമാണ്. കുറേ ക്രിയേറ്റീവ് വീഡിയോസ് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും. അതേപോലെ ബുള്ളറ്റ് ടൈം കോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് സംഭവം അടിപൊളി സംഭവമാണ്. ഇത് സംഭവം ഒന്നുമില്ല, ഇതൊരു സ്ട്രിങ് വിത്ത് ഇങ്ങനെ ഒരു അതായത് ബുള്ളറ്റ് ടൈമിൻ്റെ സംഭവം സെറ്റിങ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നു, 360 ആക്കുന്നു, എന്നിട്ട് ഇവിടെ ബുള്ളറ്റ് ടൈം എന്ന് കാണുന്നു, ഇതങ്ങോട്ട് ഇടുന്നു. ഇവിടെ ഈ ഒരു ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഇത് അതിങ്ങനെ വലിച്ച് തൂക്കുക, ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കറക്കുക. കേട്ടില്ലേ? ഈ കറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സംഭവം. അപ്പോൾ ഇത് നമ്മൾ 360 ക്യാമറേൻ്റെ വിഷ്വലാണ്. കണ്ടില്ലേ? അടിപൊളിയല്ലേ ബുള്ളറ്റ് ടൈം ഫീച്ചർ. നമുക്ക് ഈ ഒരു 360 ക്യാമറ വെച്ചിട്ട് നമുക്ക് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ക്രിയേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അതിനായിട്ട് വേണേൽ വീഡിയോ ചെയ്തു തരാം. അപ്പോൾ ഞാൻ ആ ട്രൈപോഡ് അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ഞാൻ ഏകദേശം കുറച്ച് 2-3 അടി ഇങ്ങനെ വിട്ടിട്ട് ഇതേപോലെ പിന്നെ ആ ട്രൈപോഡിൻ്റെ ചുറ്റും ഇതേപോലെ ഇങ്ങനെ ഓടുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇവനെന്താ തിരുവാതിര കളിക്കുകയാണോ എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ടൈനി പ്ലാനറ്റ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയുക. അതായത് ഒരു ഭൂമി പോലത്തെ ഒരു സംഭവം, അതാണ് ഈ ടൈനി പ്ലാനറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആക്കാം. അങ്ങനെ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം. പൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കിനോൾ ഹില്ലിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കാസിൽ സെറ്റപ്പ് ഉണ്ട്. ഒരു വലിയ കൊക്കേൻ്റെ സെൻറ്ററിൽ കാസിലാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ Insta360 X3 വെച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുമ്പിൽ വലിയ കൊക്കയും തൊട്ടപ്പുറത്ത് ചെറിയൊരു കാസല്ല, ഒരു വാച്ച് ടവർ പോലത്തെ സെറ്റപ്പ്. എൻ്റെ ബാക്കിൽ ഒരാൾ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്ത് തരുന്ന പോലെയല്ല തോന്നുന്നത്. ഒരു ഡ്രോണൊക്കെ എൻ്റെ ബാക്കിലൂടെ അങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ സീനറി ഒക്കെ എടുക്കാം. ഒരു പണിയുമില്ല. ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഈ ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. നമ്മൾ ബാക്കിയൊക്കെ ഈ വടി ആയിക്കോളും. പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഇതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിലാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ഈ ഒരു ഇവിടെ നിന്നിട്ട് ഒരു ഡ്രോൺ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്തത് പോലെ അല്ലേ.
വേണേൽ നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം, അങ്ങോട്ട് തിരിക്കാം, എങ്ങോട്ട് തിരിക്കാം. കാരണം 360 ഡിഗ്രിയിലാണ് ഈ ഒരു ക്യാമറ മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ടൈനി പ്ലാനറ്റ് ആക്കാം, സൂം ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. അത്ര അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയേക്കാം. കണ്ടില്ലേ, ബാക്കിൽ എന്നെ ഒരാളിങ്ങനെ ക്യാമറയും പിടിച്ച് ഫോളോ ചെയ്യുന്നവരല്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ മേലേക്ക് നോക്കണമെങ്കിൽ ക്യാമറ പെട്ടെന്ന് മേലേക്ക് തിരിക്കാം. കാരണം ഈ ഒരു വടി പിടിച്ച് നടന്നാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട് ഈ ഒരു ക്യാസിൻ്റെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നിട്ടോക്കാം. കാരണം അത് ചെറിയ ക്യാമറ ആണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ എന്താ നോക്ക്, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആ നോക്ക്. അതിൻ്റെ ക്ലാരിറ്റി കണ്ടോ, നല്ല അടിപൊളിയല്ലേ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് തിരിക്കാം, സീനറീൻ്റെ അവിടെ തിരിക്കാം, നേരെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് നടന്നു വരാം. നടന്നു വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ തന്നെ വീഡിയോ എടുക്കുന്ന പോലെ തോന്നില്ലേ. ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറേൻ്റെ ഒരു അടിപൊളി എന്ന് പറയുന്നത്, ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. കാരണം Insta360 X3 അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഫ്രണ്ടിൽ കൂടെ അല്ലേ പിടിച്ചത്, ഈ ഫ്രണ്ട് നേരെ ഞാൻ ഗത പോലെ ബാക്കിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് തോന്നും. അവിടെ നല്ലൊരു സൺസെറ്റ് ഉണ്ട്, ആ സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കിനോൾ ഹില്ലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞു. അത് ലിങ്ക് ഉണ്ട് ഞാൻ ഓൾറെഡിയും പറഞ്ഞു. ഇത് നല്ല അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു കിനോൾ ഹിൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺറൈസും സൺസെറ്റും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പുറത്ത് സൺറൈസും കാണാൻ പറ്റും, ഇപ്പോൾ സൺസെറ്റും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ Insta360 X3ൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് വിഷ്വൽസ് നമുക്ക് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒരു യൂസ്ഫുൾ സാധനമാണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഈ കാണുന്ന ഈ ഒരു ചുള്ളിക്കമ്പം പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി, നമുക്ക് ബാക്കിയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല, ഇത് റീഫ്രെയിം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ Insta360 X3 ആപ്പ് ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഉണ്ട്. അതേപോലെ നമ്മൾ വലിയ ടൈപ്പ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലും ചെയ്യാൻ പറ്റും. Insta360 സ്റ്റുഡിയോ എന്നാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം അടിപൊളിയല്ല. അതുതന്നെ ഇപ്പോൾ ഈ എടുത്ത വിഷ്വൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാനൊരു സോഫ്റ്റ്വെയറിലാന്ന് പറഞ്ഞല്ലോ Insta360ൻ്റെ, അതൊക്കെ റീഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഇതിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോങ് വീഡിയോസ് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യാത്തത്. നിങ്ങൾക്ക് അതായത് നമ്മുടെ യൂട്യൂബിനാണെങ്കിൽ നമുക്ക് പല റേഷ്യോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ടിക്ടോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് 9:9 16ൻ്റെ റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതിൽ റീഫ്രെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 360 ഡിഗ്രി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. ഇപ്പോൾ ടൈനി പ്ലാനറ്റ് ആക്കുക. ഈ ഒരു ക്യാമറ വാട്ടർ പ്രൂഫ് ആണ്, IPX8 ആണ്, 10 മീറ്റർ ആണ് പറയുന്നത്. പക്ഷെ അത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണ്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ വാട്ടർ പ്രൂഫ് ആണ്, നിങ്ങൾക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്ക് പിടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ മഴയോ അല്ലെങ്കിൽ നമുക്ക് ഹാർഷായ ക്ലൈമറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ പുഴയിൽ മുക്കിയെടുക്കുക അല്ലെങ്കിൽ കടലിൽ മുക്കിയെടുക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് ഈ വെള്ളത്തിന് എപ്പോഴും പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്യാമറയിലേക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കേജ് ആവാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവർ ഈ കാണുന്നൊരു അണ്ടർ വാട്ടർ ഒരു കപ്പ് ഉണ്ട്. ഈ ഒരു കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു 360 X3 സെറ്റിംഗ്സ് ഉണ്ട്, അണ്ടർ വാട്ടർ കേജിൻ്റെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ എവിടെ വേണമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിൽ പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് വിഷ്വൽസ് കാണിച്ചിട്ട് അതേപോലെയൊക്കെ നമുക്ക് Insta360 X3 വെച്ചിട്ട് നമുക്ക് അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സംഭവം ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, അടുത്ത കിടിലോ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.